1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. ഒതായി പെരകമണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ലോഗോ പ്രകാശനം ചെയ്തു. ശതാറാം 24 എന്ന പേരിലുള്ള ലോഗോ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് പ്രകാശനം നിർവഹിച്ചു. ഒതായി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ 100ാം വാർഷിക ആഘോഷങ്ങൾ ഈ മാസം 18, 19, 20 തീയതികളായി നടക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ പ്രദേശത്തെ കുറേ ആളുകൾക്ക് അക്ഷരത്തിൻ്റെ വെളിച്ചം പകർന്നു നൽകിയിട്ടുള്ള ഈ സ്കൂള് ഒട്ടനവധി പ്രതിഭകളെ വാർത്തെടുത്തിട്ടുള്ള സ്കൂള് അതിൻ്റെ 100ാം വാർഷികാഘോഷം വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കാനാണ് ഈ സ്കൂളിൻ്റെ PTA-യും SMC-യും ഈ പ്രദേശത്തുള്ള ആളുകളും തീരുമാനിച്ചിട്ടുള്ളത്. വളരെ ഗംഭീരമായി തന്നെ ആ പരിപാടികളാകെ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ലോഗോ ആണ് ഇന്നിവിടെ പ്രകാശനം ചെയ്തിട്ടുള്ളത്. ഈ വാർഷിക ആഘോഷ പരിപാടിയിലും അതിനോടനുബന്ധ പരിപാടിയിലും ഈ നാട്ടിലെ എല്ലാ ആളുകളെയും ഇതിൻ്റെ ഭാഗമാണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു നാടിന്റെ ഉത്സവത്തിന്റെ പ്രതീതിയിലാണ് സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ നാട്ടുകാരും സ്കൂൾ അധികൃതരും PTA ഭാരവാഹികളും ഏറ്റെടുത്തത്. 1924-25 കാലഘട്ടത്തിൽ LP സ്കൂളായി തുടങ്ങിയ ഈ വിദ്യാഭ്യാസ സ്ഥാപനം എടവണ്ണ പഞ്ചായത്തിൽ തന്നെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഏക വിദ്യാലയമാണ്. ഒരു നാടിന്റെ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾക്ക് മാർഗദർശിയായി മുന്നിൽ നിന്ന് സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിദേശത്തും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന അനേകായിരങ്ങൾ ഈ വിദ്യാലയത്തിന്റെ സംഭാവനകളാണ്. ഈ വർഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന 3 അധ്യാപകർക്കുള്ള യാത്രയയപ്പോടെ ഒരു വർഷക്കാലം നീണ്ടുനിൽക്കുന്ന വാർഷികത്തിന് തുടക്കമാകും. 100ാം വാർഷികം എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാടിന്റെ ഒരു ഉത്സവമാക്കി മാറ്റാൻ സംഘാടക സമിതി യോഗത്തിൽ തീരുമാനിച്ചു. ഒതായി പെരകമണ്ണ ഗവൺമെന്റ് ഹൈസ്കൂൾ അതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. 17ാം തീയതി വൈകിട്ട് 5 മണിക്ക് പഴയ സ്കൂൾ കെട്ടിടത്തിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയോടുകൂടിയാണ് ഇതിൻ്റെ പരിപാടികൾക്ക് പ്രാരംഭം കുറിക്കുന്നത്. 18ാം തീയതി ഉദ്ഘാടന സമ്മേളനവും അതോടൊപ്പം കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. 19ാം തീയതി യാത്രയപ്പ് സമ്മേളനവും സാംസ്കാരിക സദസ്സും മ്യൂസിക് നൈറ്റും അടക്കമുള്ള കലാപരിപാടികളോടുകൂടെ തന്നെ വളരെ വിപുലമായ രീതിയിലാണ് നമ്മളുടെ 100ാം വാർഷികത്തെ വരവേൽക്കുന്നതും ആഘോഷിക്കുന്നതും. ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ മന്ത്രിമാർ, MLA-മാർ, മറ്റു ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഈ നാടിൻ്റെ ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഈ ഒരു അവസരത്തിൽ ഈ നാടിൻ്റെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയെ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ പൂർവ്വ വിദ്യാർത്ഥികളടക്കം 100 വർഷത്തോളം പഴക്കമുള്ള ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളുള്ള ഒരു സ്ഥാപനം എന്ന നിലക്കും നിലവിലുള്ള കുട്ടികളും അടക്കം എല്ലാവരുടെയും പിന്തുണയോടുകൂടെ ഒരു വലിയ ആഘോഷമാക്കി മാറ്റുന്ന ഈ പരിപാടിയിലേക്ക് നാട്ടിലെ മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാനും PTA പ്രസിഡന്റുമായ ജുനൈസ് കാഞ്ഞിരാല അധ്യക്ഷത വഹിച്ചു. എടവണ്ണ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP ബാബുരാജൻ, KT അൻവർ, ഗ്രാമപഞ്ചായത്ത് അംഗം ജമീല ലത്തീഫ്, SMC ചെയർമാൻ U യൂസഫ്, സീനിയർ അസിസ്റ്റന്റ് M ബിജു, CT ഗഫൂർ, പബ്ലിസിറ്റി ചെയർമാൻ അഷ്റഫ് പുളിക്കൽ, കൺവീനർ CT റഹീം, ഫിനാൻസ് കൺവീനർ ഫൈസൽ, PT ബഷീർ, M സതീഷ്, പ്രസന്നകുമാർ, രതീഷ്, പനക്കൽ മുഹമ്മദ് അലി, മുനീർ ബാപ്പുട്ടി, K അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.